മഹത്വം. ദൂതന്മാരുടെ വിവിധ ഇടപെടലുകളെ കുറിച്ചുള്ള പല വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ബൈബിളിൽ ഏതാണ്ട് 243 പ്രാവശ്യം വ്യക്തമായിട്ട് ദൂതന്മാരുടെ ഇടപെടലുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ മിക്ക വാക്യങ്ങളും നമ്മൾ എടുത്തു പറയുകയുണ്ടായി. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ വാച്ച് ചെയ്യുന്ന ഏഞ്ചൽസിനെ കുറിച്ചാണ്. വാച്ചേഴ്സ്. ഭൂമിയുടെ 4 കോണുകളിലും നിന്നുകൊണ്ട് ഭൂമിയെ വാച്ച് ചെയ്യുന്ന ദൂതന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഭൂമിയിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. ഭൂമിയുടെ വാച്ചേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. ദൈവമക്കളെ നോക്കുവാൻ, വാച്ച് ചെയ്യുവാൻ വേണ്ടി ദൈവം പ്രത്യേകമാക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. അവരെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. നമ്മുടെ ഇന്നർ ഐസ് ഓപ്പൺ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വർഗീയ ദൂതന്മാരുടെ ഇടപെടൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവകൃപയിൽ ജീവിക്കുന്ന നമ്മൾ ദൂതന്മാരുടെ ദർശനം പ്രാപിക്കണം. അവരുടെ ശബ്ദം കേൾക്കണം. അവരെ അനുസരിക്കണം. ദൂതന്മാർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൽ ഇത് നമ്മൾ വായിക്കുന്നത്, അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. നമ്മളെ ശ്രദ്ധിക്കേണ്ടതിന്, വാച്ച് ചെയ്യേണ്ടതിന് ദൂതന്മാരെ ദൈവമാക്കിയിരിക്കുകയാണ്. അതേ വസ്തുത യേശുക്രിസ്തുവിനോട് എടുത്തു പറഞ്ഞ് സാത്താൻ യേശുവിനോട് സംസാരിക്കുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ച് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനോട് പറയുകയാണ്, നീ താഴോട്ട് ചാടുക, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. അപ്പോൾ ദൂതന്മാര് നിരന്തരമായിട്ട് ദൈവമക്കളെ കൈകളിൽ വഹിക്കും, സൂക്ഷിക്കും. ആ ദൂതൻ നമുക്ക് മുൻപായിട്ട് നടക്കും. ആ ദൂതൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ സർവശക്തനായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും വിശുദ്ധ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ദൂതന്മാർ സാക്ഷികളാണ്. ഞാൻ ചർച്ചിൽ ആ കാര്യങ്ങൾ ഒരു ദിവസം പറയുകയുണ്ടായി. ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ, ചെയ്താൽ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. മാറിയാൽ ദൂതന്മാർ അവർക്ക് ശിക്ഷിക്കുവാൻ വേണ്ടി അധികാരമുണ്ട്. പ്രോസിക്യൂട്ട് ചെയ്യാനും കൂടെയുള്ള അധികാരമുള്ള ദൂതന്മാരുണ്ട്. പലതരത്തിലുള്ള ദൂതന്മാര് പല തസ്തികകളിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ചില ദൂതന്മാർക്ക് ചിറകുകളുണ്ട്. സറാഫുകൾക്ക്, കെരൂബുകൾക്കൊക്കെ ചിറകുകളുള്ളവരാണ്. എന്നാൽ എല്ലാ ദൂതന്മാർക്കും ചിറകുകളില്ല. മനുഷ്യരെ പോലെ തന്നെ ഉള്ള ദൂതന്മാരുണ്ട്. അവരെയാണ് മനുഷ്യരെ നോക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്നത്. അവരാണ് വാച്ച് ചെയ്യുന്നത്. ഒരു ബലവും ശക്തിയുമേറിയ ദൂതന്മാരാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തില്, 15-ാം അധ്യായത്തില്, 20-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും, അവൻ നിനക്ക് മുമ്പേ പോയി വഴിയൊരുക്കും, നീ അവന്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്.
അങ്ങനെ ദൂതൻ പറയുന്നതിനോട് എതിർത്താൽ, ദൂതന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ സത്യങ്ങൾ, പ്രതിജ്ഞകൾ പാലിക്കാതിരുന്നാൽ ആ ദൂതനെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. സങ്കീർത്തനങ്ങൾ 35 ചില വാക്യങ്ങൾ നോക്കുക. 34 സങ്കീർത്തനം 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. 35 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ദൂതൻ അവരെ ഓടിക്കട്ടെ, അവനെ പിന്തുടരട്ടെ. 35 സങ്കീർത്തനം 4 വാക്യം മുതൽ വായിക്കാമോ? 35 സങ്കീർത്തനം 4 വാക്യം തൊട്ട്. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. മതിയല്ലോ. അടുത്തത് അവർ കാറ്റിന് മുമ്പിലെ പതിർപോലെ ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അടുത്ത വാക്യം കൂടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പും ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകളെ തകർക്കുകയും നമുക്കെതിരായി വരുന്ന ശത്രുക്കളെ അവർ ഒരു വഴിയായി കടന്നു വരും, 7 വഴിയായി ചിതറിപ്പോവും. ആ നിലയിൽ അവരെ ഓടിക്കുവാൻ ദൈവത്തിന്റെ ദൂതന് കഴിയും. അങ്ങനെയാണ് പഴയ നിയമകാലത്തൊക്കെയും ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതനാണ് പ്രവർത്തിച്ചത്. നമുക്കതറിയാം. ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 20 അധ്യായം അതിന്റെ 15 തൊട്ടുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം, 2 Chronicles chapter 20 verse 15. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവേ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. സാധാരണ പാടാറുണ്ട്, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം നിങ്ങളുടേതല്ല. ഗോലിയാത്തിനെ ദാവീദ് തകർക്കുമ്പോൾ അവിടെയും പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്. വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്തുകൊണ്ടാണത്? ഞാൻ അതിന്റെ കാരണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ ഉണ്ടായ മല്ലന്മാരെ ദൈവത്തിനെതിരായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളെ തകർക്കുവാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത്. ഇസ്രയേലിനെ അതിനുവേണ്ടിയാണ് ദൈവം ഉപയോഗിച്ചത്. ഗത്തിനെയും എക്രോനെയും അസ്തോദിനെയും ഗസയെയും ഒക്കെ തകർക്കാനാണ് ദൈവം പറഞ്ഞത്. കാരണം അവരെല്ലാം ദൈവത്തിനെതിരായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയ രാജാക്കന്മാരാണ്. അപ്പോൾ യുദ്ധം ദൈവത്തിനുള്ളതാണ്, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. നമുക്കറിയാം, ഗിദെയോനോട് ദൈവം സംസാരിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് ചാപ്റ്റർ 6 ദൂതൻ പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അവൻ ചോദിക്കുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങൾ നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദൂതൻ അവനെ നോക്കി, ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞു. അവനെ ബലപ്പെടുത്തി. അവൻ പോയി യുദ്ധം ചെയ്തു, വിജയിച്ചു.
യോശുവ വളരെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ കരയുമ്പോൾ ഒരു യോദ്ധാവ് തന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടു. ദൈവത്തിന്റെ ദൂതൻ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യോശുവ ചോദിച്ചു, നീ ശത്രുപക്ഷക്കാരനോ ഞങ്ങളുടെ പക്ഷക്കാരനോ? ആളിന്റെ മറുപടി യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശത്രുപക്ഷക്കാരനുമല്ല നിന്റെ പക്ഷക്കാരനുമല്ല, യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ യോശുവ ഭയപ്പെട്ടു, സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. ഞാൻ ഇനിയും അധികം വാക്യങ്ങൾ വായിപ്പിക്കില്ല. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടത്തേ ഉള്ളൂ. അപ്പോൾ നോക്കുക, എവിടെ യുദ്ധമുണ്ടെങ്കിലും ദൈവത്തിന്റെ ദൂതനാണ് അവിടെ മുന്നിൽ ഇറങ്ങി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ നേരത്തെ ആലോചന ചോദിക്കും, ദൈവമേ, ഞങ്ങൾ അവരെ പിന്തുടരണോ? നീ അവരെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമോ? പോകുക, ഞാൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ പുസ്തകങ്ങളിൽ നിന്നുള്ള വസ്തുതകൾ എടുത്താണ് പറയാറുള്ളത്. അത് നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. യഹൂദന്മാരുടെ തോറ എന്ന് പറയുന്ന ബുക്ക് 5 പുസ്തകങ്ങൾ കൂടിയതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങളും ദൈവിക പ്രമാണങ്ങളുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പഴയ നിയമം അഥവാ യഹൂദന്മാരുടെ പുസ്തകം എന്നറിയപ്പെടുന്നത് തനാക്ക് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ 5 പുസ്തകങ്ങളും ചില ചരിത്രങ്ങളും ഭക്തന്മാരുടെ ചരിത്രങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് അവരുടെ ബുക്ക്. ആ ബുക്കിലുള്ള 5 പുസ്തകങ്ങൾ എടുത്താണ് ബൈബിളിൽ ചേർത്തിരിക്കുന്നത്. തോറ. ആ തോറയുടെ മുഴുവൻ ഭാഗവും ബൈബിളിൽ ചേർത്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിന് ബർഷീബ് എന്നാണ് അവരുടെ ഭാഷയിൽ. അത് നമ്മുടെ ബൈബിളിനേക്കാൾ വലിയൊരു പുസ്തകമാണ് ബർഷീബ്. ഉൽപ്പത്തി പുസ്തകം മാത്രം. ലോകത്തിന്റെ ഉൽപ്പത്തി, മനുഷ്യരുടെ ഉൽപ്പത്തി, സകലത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്ന ബുക്കാണ് ബർഷീബ്. അതിനെ ഒന്ന് ക്രോഡീകരിച്ച് നമുക്ക് ദൈവത്തിന്റെ ഇടപെടൽ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. മുഴുവനായിട്ട് ബൈബിളിൽ ചേർത്തിട്ടില്ല. പുറപ്പാട് പുസ്തകത്തിന് സൂത്ത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഭാഗം അതിനെ ക്രോഡീകരിച്ച് അതിന്റെ രത്നച്ചുരുക്കം മാത്രമേ ബൈബിളിൽ ചേർത്തിട്ടുള്ളൂ. യഹൂദന്മാരുടെ ബുക്കിൽ ശ്രദ്ധിച്ചാൽ 1000-ത്തിലധികം പ്രാവശ്യം ദൂതന്മാര് ഇറങ്ങി വന്നതും ഇടപെട്ടതുമായ വസ്തുതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ബൈബിളിൽ എടുത്തു പറയാത്തത് കൊണ്ട് നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യമായി ഓർപ്പിക്കേണ്ട കാര്യങ്ങൾ യഹൂദന്മാരുടെ തനാക്കിൽ ഉള്ളതും കൂടെ ചേർത്താണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, പിന്നീട് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കണം. ദൈവത്തിന്റെ ദൂതന്മാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരോട് എതിർക്കുകയോ വിഘടിക്കുകയോ നമ്മൾ നിയമം തെറ്റിക്കുകയോ ചെയ്താൽ ദൈവത്തിന്റെ ദൂതൻ പിന്മാറും. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആയതുകൊണ്ട് ദൂതൻ നമ്മെ തിരിച്ചുവിടാൻ ശ്രമിക്കും. നമ്മൾ ആ വസ്തുതകൾ പാലിക്കേണ്ടതിന് നമ്മെ വീണ്ടും ഓർപ്പിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു അബദ്ധം പറ്റി, നമ്മൾ ദൈവത്തിന്റെ ദൂതന് എതിരായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിനെതിരായിട്ടൊരു കാര്യം ചെയ്താൽ അടുത്ത ദിവസം
പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ നമ്മോട് ഇടപെടും. നമ്മുടെ മനസാക്ഷിയിൽ കുത്തും, നീ ആ പറഞ്ഞത് തെറ്റായിപ്പോയി, നീ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. പല രീതിയിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ദൈവത്തിന്റെ ദൂതനെ കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നേരിട്ട് നമ്മോട് സംസാരിക്കും, മറ്റു പല വ്യക്തികളിലൂടെ നമ്മോട് സംസാരിക്കും, ദൈവദാസന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ ഒക്കെ നമ്മളോട് ഇടപെടും. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒന്നും അറിയാതെ ദൈവദാസൻ പ്രസംഗിക്കുന്ന വചനങ്ങൾ നമ്മളെ തിരുത്താൻ വേണ്ടിയുള്ളതായിരിക്കാം. അപ്പോഴും നമ്മൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമുക്കെതിരായിട്ട് ദൂതന്മാർ റിപ്പോർട്ട് ചെയ്യും, ഇതാ ഇന്നട തിന്നാര് ദൈവവചലാണ്, അവൻ ഇന്ന പോലൊരു തെറ്റ് ചെയ്തു. അതിന് ദൈവം പല പല കാര്യങ്ങളിലൂടെ നമ്മെ അത് ഓർപ്പിക്കും. ഒരു യോഗത്തിന് കടന്നു ചെല്ലുമ്പോൾ, ഒരു പ്രാർത്ഥനയിലൂടെ, ചിലപ്പോൾ ഒരു പാട്ടിന്റെ ലൈനിലൂടെ, ചിലപ്പോൾ ഒരു പ്രവാചകനിലൂടെ. സാത്താൻ അപ്പോൾ ദൈവസന്നിധിയിൽ കംപ്ലൈന്റ് ചെയ്യും, നിന്റെ ദാസൻ, നിന്റെ മകൻ തെറ്റ് ചെയ്തിട്ട് നീ ശിക്ഷിക്കുന്നില്ല. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, ഒരുത്തൻ അബദ്ധവശാൽ പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് കുറെ ടൈം നീട്ടിത്തരും, മാനസാന്തരപ്പെടാനുള്ള അവസരം തരും. അവസരം തന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയ്ക്കുള്ള ദൂതനെ ദൈവമാക്കും. ശിക്ഷ പ്രാപിച്ച് മരിക്കപ്പെടേണ്ടതായിട്ട് വരും. അതിനിടം കൊടുക്കാതെ ദൈവം നമുക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി തരുമ്പോൾ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ട് മുന്നേറുവാൻ നമുക്കിടയാകണം. ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിരിക്കണം. ഞാൻ ചർച്ചിൽ ഓർപ്പിക്കുകയുണ്ടായി, വിവാഹ സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാരെ സാക്ഷി വെച്ചാണ് നാം പ്രതിജ്ഞ ചെയ്യുന്നത്. പിന്മാറാൻ പാടില്ല. ദൂതന്റെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്മാറിയാൽ അപകടത്തിലേക്കാണ് പോകുന്നത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം, അബദ്ധവശാൽ ചെയ്തുപോയി, പറഞ്ഞുപോയി എന്ന് ദൂതന്റെ മുമ്പിൽ പറയുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞുപോയി, അബദ്ധം പറ്റിപ്പോയി എന്ന് പിന്നെ പറയാൻ ഇടയാകരുത്. നിന്റെ വായ നിനക്ക് പാപകാരണമായി തീരരുത്. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം പാലിക്കാൻ തയ്യാറായിരിക്കണം. രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ദൈവത്തിന്റെ മുമ്പിലെടുത്ത തീരുമാനം, ദൂതന്മാരുടെ മുമ്പിലെടുത്ത തീരുമാനം പാലിച്ചില്ലെങ്കിൽ നമുക്കത് വിഷയമല്ല. ദൈവമക്കളായ നമ്മൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം മറക്കല്ല. ഒരു സംഭവം പറയാം. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ നിന്ന് ഭയന്ന് അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. പോകുന്ന വഴിക്ക് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവൻ അവിടെ കിടന്നുറങ്ങി. രാത്രി അവൻ ഉറങ്ങുമ്പോൾ ഒരു ഉരുണ്ട കല്ലെടുത്ത് തലയണയായി വെച്ചു. അവൻ കിടന്നുറങ്ങി. അവനൊരു ദർശനം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവനോട് ദൈവം സംസാരിച്ചു. അവൻ ഭയപ്പെട്ടു. അവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഈ പോകുന്ന യാത്രയിൽ എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും ഒക്കെ തന്ന് ക്ഷേമത്തോടെ എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടക്കി വരുത്തിയാൽ ഈ കല്ല് വെച്ച സ്ഥലം യഹോവയുടെ ആലയമായിരിക്കും. ഞാൻ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കും.
ഇന്നു മുതൽ ഞാൻ എനിക്ക് കിട്ടുന്ന സകലത്തിലും ദശാംശം കൊടുക്കും. തീരുമാനം എടുത്തിട്ട് അവൻ പോയി. അവനത് പാലിക്കാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അടിച്ച് തിരിച്ച് ബഥേലിൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം. ഇതിനോടിടയ്ക്ക് എത്ര പ്രാവശ്യം ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടായി എന്ന് ബൈബിളിൽ നിന്ന് നിങ്ങൾക്കറിയാം. അവസാനം യവോക്ക് കടവിന്റെ അടുത്ത് വെച്ച് ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. ഇങ്ങനെ പല പ്രാവശ്യം ദൂതന്മാർ ഇടപെട്ടു. ദൂതന്മാർ അവനോട് സംസാരിച്ചു, അവനെ യഥാസ്ഥാനപ്പെടുത്തി, തിരിച്ചവനെ ബഥേലിൽ കൊണ്ടുവന്നു. തീരുമാനം എടുത്താൽ അത് പാലിച്ചിരിക്കണം. ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ എടുക്കുന്ന തീരുമാനം പാലിക്കാതിരുന്നാൽ ദൂതൻ നമ്മെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന് നമ്മെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അനുഗ്രഹമാണ്. ഇല്ല, ദൈവത്തിന്റെ ദൂതൻ വിട്ടുകളഞ്ഞിട്ട് പോയാൽ നമ്മുടെ അവസ്ഥ കഷ്ടമായി തീരും. അതിനിടയാക്കരുത്. അതിനു മുമ്പ് യഥാസ്ഥാനപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാനത് ഓർപ്പിച്ചത്. നിങ്ങൾ ഇവിടുന്ന് ഒരു കാര്യം ഓർക്കണം. ദൂതന്മാര് കയറുക ഇറങ്ങുകയും ചെയ്യുന്ന ഗോവേണി അവൻ കണ്ടു. ഞാൻ ചിന്തിക്കുകയാണ്, സ്വർഗം വരെ എത്തുന്ന ഗോവേണി, അതെന്തൊരു ഭയങ്കര ഗോവേണിയാണ്. അപ്പൊ സ്വർഗം എവിടെയാണ്? അതിൽ കൂടെ ദൂതന്മാര് കയറുക ഇറങ്ങുകയും ചെയ്തു. എന്റെ കണക്കൂട്ടൽ സ്വർഗം അവൻ കിടന്നിടത്തേക്ക് താണിറങ്ങി വന്നു. അതുകൊണ്ട് അത്ര വലിയ ഗോവേണിയൊന്നും അല്ല, ഒരു വലിയ ഗോവേണി. പക്ഷെ അതിൽ കൂടെ സ്വർഗത്തിൽ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന അവൻ കാണുകയാണ്. അപ്പൊ നമ്മള് ദൈവത്താൽ നയിക്കപ്പെടുന്നവനാണെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നിടത്ത് സ്വർഗം താണിറങ്ങി വരും. നമ്മുടെ ചുറ്റും ദൂതസഞ്ചയങ്ങൾ വരും. അങ്ങനെ ദൂതന്മാർ വന്ന് ഒരുത്തിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ലക്ഷണം എന്താണ്? അവൻ വളരെ സൗമ്യതയുള്ളവനായിരിക്കും, സാവധാനതയുള്ളവനായിരിക്കും, എടുത്തുചാട്ടം കുറയും, വളരെ മാന്യമായി മര്യാദയായി പെരുമാറുന്നവനായിരിക്കും. ഒരുത്തൻ വളരെ ശാന്തതയോടെ ഇടപെടുന്നത് കണ്ടാൽ ഓർത്തോണം, ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ അവന് ചുറ്റുമുണ്ട്, ദൂതന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് എന്ന് മനസ്സിലാക്കുവാൻ അത് മാത്രം മതി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. നമ്മുടെ ഭവനത്തിൽ ദൂതന്മാർ വസിക്കുന്നുണ്ടെങ്കിൽ ഭവനത്തിൽ ദിവ്യ സമാധാനം ഉണ്ടാകും. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. ലോകത്തിന്റെ പലയിടങ്ങളിലും ദൈവദൂതന്മാർ ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ കവാടമുണ്ട്. നമുക്കറിയാം, ദാവീദ് ജനത്തെ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദൈവശിക്ഷയുണ്ടായി. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ ദൂതൻ പറഞ്ഞതനുസരിച്ച് ഓർന്നാന്റെ കളത്തിൽ ദാവീദ് പോയി ഒരു യാഗം കഴിച്ചു. മുമ്പ് ഞാൻ ആ വാക്യം വായിപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ ഓർന്നാനും അവന്റെ മക്കളും ദൂതനെ കണ്ട് പേടിച്ചു. ദൈവത്തിന്റെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഓർന്നാനും മക്കളും ഓടിപ്പോയി ഒളിച്ചു, കറ്റയുടെ ഇടയിൽ ഒളിച്ചു. അവിടെ ദാവീദ് ദൈവത്തിനൊരു യാഗം കഴിച്ചു. ഓർന്നാന്റെ കളത്തിന്റെ അവിടെ ദൂതന്മാർ ഇറങ്ങുന്ന സ്വർഗത്തിന്റെ ഒരു കവാടമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാനൊരു സംഭവം പറയാം. നിങ്ങൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 6-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു നോക്കണം. അവിടെ യഹോവയുടെ പെട്ടകം ദാവീദ്
കൊണ്ടുവരാൻ വേണ്ടി പോയി ആളുകളെ എല്ലാം കൂട്ടി വരുമ്പോൾ നാഖോന്റെ കളത്തിന്റെ അവിടെ ചെന്നപ്പോൾ കാള വരുണ്ടു. പെട്ടകൻ ചരിഞ്ഞു. ഉസ പെട്ടകത്തെ ചാടി പിടിച്ചു. ഉസയും അഹിയോവുമാണ് വണ്ടി തെളിച്ചത്. എന്നാൽ ഫെലിസ്ത്യര് പെട്ടകം തിരിച്ചയച്ചപ്പോൾ അമ്മീനാദാബിന്റെ വീട്ടിലാണ് പെട്ടകം കൊണ്ടുപോയി വെച്ചത്. അവന്റെ മൂത്ത മകനെ പെട്ടകത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ആക്കി. 20 വർഷം പെട്ടകം ആ വീട്ടിലിരുന്നു. അതിനോടിടയ്ക്ക് അവന്റെ മൂത്ത മകൻ മരിച്ചുപോയി. ദൈവം അവനെ കൊന്നുകളഞ്ഞു. പെട്ടകത്തിന് മുമ്പിൽ വിശുദ്ധിയോടെ ശുശ്രൂഷിക്കാഞ്ഞതുകൊണ്ട്. ആ ചരിത്രം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നീട് അവന്റെ അനിയനായിരുന്ന ഉസ ആണ് പെട്ടകത്തോടുകൂടെ പോയത്. അവൻ ചാടി പെട്ടകത്തെ പിടിക്കാൻ ചെന്നപ്പോൾ അവനും പെട്ടുപോയി. പെട്ടകത്തിന്റെ മുമ്പിൽ ശുശ്രൂഷിക്കുന്നവൻ തക്കതായ ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ മാത്രമേ പോകാവൂ. ഇല്ലെങ്കിൽ അപകടമുണ്ടാകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാഖോന്റെ കളത്തിൽ ചെന്നപ്പോഴാണ് കാള വരേണ്ടത്. കാരണം അവിടെ ദൂതന്മാർ നിൽപ്പുണ്ടായിരുന്നു. ഓർന്നാന്റെ കളത്തിൽ ദൂതൻ നിൽപ്പുണ്ട്. ഏതാണ് ഈ ഓർന്നാന്റെയും നാഖോന്റെയും കളവെന്ന് പറയാം. ഓർന്നാനും നാഖോനും ജ്യേഷ്ഠനും അനിയനുമായിരുന്നു, സഹോദരങ്ങളാണ്. ഒരു വഴി, അതിന്റെ അപ്പുറം ഇപ്പുറം 2 കൃഷിസ്ഥലങ്ങളാണ്. ഒന്ന് നാഖോന്റെ, ഒന്ന് ഓർന്നാന്റെ. അവിടെയാണ് ദാവീദ് പോയി സ്ഥലം മേടിച്ചത്. ഓർന്നാനോട് കളം മേടിച്ചിട്ട് അവര് ഗോതമ്പും യവവും എല്ലാം കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് കൂട്ടിവെക്കുന്ന കളങ്ങൾ നേരെ അപ്പുറവും ഇപ്പുറവുമാണ്. അവിടെ ചെന്നപ്പോഴാണ് ദൂതൻ നിൽക്കുന്ന കണ്ടത്. പണ്ട് പെട്ടകം കൊണ്ട് പോയപ്പോഴും അവിടെ ചെന്നപ്പോഴാണ് കാള വരേണ്ടത്. ദൂതന്മാരെ കണ്ടപ്പോൾ മനുഷ്യന് കാണാൻ പറ്റത്തില്ലെങ്കിലും ഈ കാളയ്ക്കും കഴുതയ്ക്കും ഒക്കെ ദൂതന്മാര് നിൽക്കുന്ന കാണാൻ പറ്റും. കാരണം അവരുടെ കണ്ണിന് കൂടുതൽ പവറുണ്ട്. ഞാൻ മുമ്പ് അത് ഓർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് റെഡ് വരെ കാണാനുള്ള പവറേ ഉള്ളൂ. ഇൻഫ്രാ റെഡാണ് ദൂതന്മാർ പലരും. അതുകൊണ്ട് അത് കാണണമെങ്കിൽ അതിന് തക്കവണ്ണം കണ്ണിന് പവർ വേണം. പട്ടിക്കും പൂച്ചയ്ക്കും കഴുതയ്ക്കും കാളയ്ക്കും ഒക്കെ നമ്മളെക്കാട്ടിൽ പവറുണ്ട്. ഒരു ദൂതനെ കണ്ടിട്ട് വരണ്ടുപോയി. അപ്പൊ ദൂതന്മാർ സ്ഥിരം അവിടെ ഇറങ്ങി വരുന്നതാണെന്ന് മനസ്സിലാക്കണം. അതിനൊരു കാരണമുണ്ട്. ഒരു വർഷം ഓർന്നാന്റെ കൃഷിഭൂമി നന്നായിട്ട് വിളഞ്ഞു. നാഖോന് കൃഷിഭൂമി നല്ലതായിട്ട് വിളഞ്ഞു. പക്ഷെ നാഖോൻ വിചാരിച്ചു ഓർന്നാൻ ഈ പ്രാവശ്യം വിളവ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് കറ്റകൾ അവന്റെ കളത്തിൽ കൊണ്ടിടണം. രാത്രി ആളുകളൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ, ജോലിക്കാരൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഓർന്നാൻ കുറെ കറ്റകൾ എടുത്ത് കെട്ടി ചുമന്ന് നാഖോന്റെ കളത്തിൽ കൊണ്ടിടാൻ വേണ്ടി പോയി. നാഖോൻ എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ കളത്തിൽ നിന്ന് കുറെ കറ്റകൾ എടുത്ത് ചുമന്ന് ഓർന്നാന്റെ കളത്തിൽ കൊണ്ടിടാൻ പോയി. ജ്യേഷ്ഠന് വിളവ് കുറവാണെന്ന് തോന്നിയിട്ട് അനിയൻ ചെയ്തു, അനിയന് വിളവ് കുറവാണെന്ന് തോന്നിയിട്ട് ജ്യേഷ്ഠനും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയാണ്. അങ്ങനെ കറ്റകളുമായിട്ട് നടന്നു പോകുമ്പോൾ ഈ കളത്തിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്കുള്ള വഴിയുടെ അവിടെ വരുമ്പോൾ ഓർന്നാൻ ഒരു കെട്ട് കറ്റയുമായിട്ട് വരുന്നു. നാഖോൻ ഇവിടുന്ന് ഒരു കെട്ട് കറ്റയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. നാഖോന് അനിയനോട് ചോദിച്ചു, മോനെ എവിടെ പോവാ? അച്ചായന് ഈ വർഷം വിളവ് കുറവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് കുറെ കറ്റകൾ അവിടെ കൊണ്ടിടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തോണ്ട് വന്ന. അപ്പൊ നാഖോൻ പറഞ്ഞു, മോനെ നിനക്ക് വിളവ് കുറവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് കുറെ കറ്റകൾ നിന്റെ കളത്തിൽ കൊണ്ടിടാമെന്ന് വെച്ച് ഞാനും എടുത്തോണ്ട് വരിക. അവർ രണ്ടുപേരും ആ കറ്റകൾ താഴെ ഇട്ടു. കെട്ടവിടെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത്
ദൈവത്തെ സ്തുതിച്ചു. അന്ന് തൊട്ട് ഓർന്നാന്റെ കളത്തിന്റെ അവിടെ, നാക്കോന്റെ കളത്തിന്റെ അവിടെ ദൂതന്മാർ ഇറങ്ങാൻ തുടങ്ങി. ഇത് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ബൈബിളിൽ അത് എടുത്തെഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ദൈവസ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. സഹോദര സ്നേഹം എവിടെ വർദ്ധിക്കുന്നോ അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. ദൈവദൂതന്മാർ നമ്മുടെ ഭവനത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം ഇവിടെ വർദ്ധിക്കണം, സഹോദര സ്നേഹം വർദ്ധിക്കണം, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം വർദ്ധിക്കണം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള സ്നേഹം വർദ്ധിക്കണം, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കണം. ദൂതന്മാർ നിരന്തരം അവിടെ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഒരിടമായി നമ്മുടെ ഭവനങ്ങൾ മാറുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. സ്വർഗ കവാടമായിട്ട് നമ്മുടെ ഭവനങ്ങൾ തീരണം. അപ്പോൾ ദൂതന്മാർ ഇറങ്ങി വരുന്നത് മറ്റുള്ളവർക്കും കൂടെ കാണുവാൻ മുഖാന്തരമാകും. നമ്മളോട് ഇടപെടുന്നവർ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ അത് മുഖാന്തരമായി തീരും. ഈ വാച്ച് ചെയ്യുന്ന ദൂതന്മാര് നമുക്ക് ആലോചന പറഞ്ഞു തരും. അത് കേട്ട് അനുസരിക്കാതിരുന്നാൽ അപകടം ഉണ്ടാകും. സെക്കറിയാവ് നല്ലൊരു ദൈവദാസനായിരുന്നു. സെക്കറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇരുവരും നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ ഭക്തിയോടെ ജീവിച്ച സെക്കറിയാവും എലിസബത്തും, അവർക്ക് മക്കളില്ലായിരുന്നു. സെക്കറിയാവ് ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതനെ കണ്ട് സെക്കറിയാവ് ഭയപ്പെട്ടു പോയി. ദൂതൻ ഒരു ആലോചന പറഞ്ഞു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവൻ യഹോവയ്ക്ക് നാസീറായിരിക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മകനെ ദൈവം നിനക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ സെക്കറിയാവ് പറഞ്ഞത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന്. ദൂതൻ പറഞ്ഞ എന്താണെന്നറിയാവോ? തക്ക സമയത്ത് നിവൃത്തിയാകാനുള്ള ഈ വചനം നീ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നീ സംസാരിക്കാതിരിക്കുമെന്ന് പറഞ്ഞു. ആളുകൾ വിചാരിച്ചു എന്തോ ദർശനം കണ്ടു, അതുകൊണ്ടാണ് താൻ ശുശ്രൂഷയ്ക്ക് പോയിട്ട് താമസിക്കുന്നു വിചാരിച്ചു നോക്കി നിന്നു. അവൻ ഇറങ്ങി വന്നപ്പോൾ സംസാരിക്കുന്നില്ല. കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പേരെന്തോ ഇടണമെന്ന് ചോദിച്ചപ്പോഴാണ് സംസാരിക്കാത്ത അപ്പൻ എഴുതി കാണിച്ചു ഇങ്ങനെ പേരിടണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സംസാരിക്കാൻ തുടങ്ങി, അവൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്കിന് എതിര് പറഞ്ഞതുകൊണ്ട് തന്നെ അത്രയും സംഭവിച്ചു. യാക്കോബ് പറഞ്ഞത് പാലിക്കാഞ്ഞതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ കഷ്ടത വന്ന് അവനെ യഥാസ്ഥാനത്താക്കി. ഇങ്ങനെ ബൈബിളിൽ നിന്ന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്നത് ശ്രദ്ധിച്ച്, നീ അവന്റെ വാക്ക് ശ്രദ്ധിച്ച് അത് കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, അവനോട് വിഘടിക്കരുത്. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ആലോചന തരുമ്പോൾ, വെളിപ്പാടുകൾ തരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടൽ മനസ്സിലാക്കി
അവരോട് യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. യാക്കോബ് എടുത്ത ഒരു തീരുമാനമാണ്, ഞാന് ദൈവത്തിന്റെ ആലയം പണിയും, അവിടെ ആരാധിക്കും, ദൈവത്തിന് ദശാംശം കൊടുക്കും എന്നൊക്കെ അവൻ തീരുമാനം എടുത്ത. അവനത് പാലിക്കാൻ പറ്റിയില്ല. ഇന്നത്തേതിൽ ദൂതൻ അവനെ യഥാസ്ഥാനപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തത് പാലിച്ചു നോക്കിക്കേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ദൈവത്തിന്റെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ദൈവം നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് ദൈവത്തിന്റെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല റിട്ടേൺ കിട്ടുമെങ്കിൽ അതിന്റെ 1000 മടങ്ങ് റിട്ടേൺ ആണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കിട്ടുന്നത്. അത് പരീക്ഷിച്ചു നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം, ഒരു സ്നേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. എന്നിട്ട് അതിൽ നമുക്കുള്ളതെല്ലാം നിക്ഷേപിക്കാം. എത്ര നിക്ഷേപിക്കുന്നോ അതിന്റെ 1000 മടങ്ങ് റിട്ടേൺ കിട്ടും. ഇത്ര നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു കമ്പനിയും ലോകത്തിലില്ല. അപ്പൊ അതിന് ദൈവമക്കൾ തയ്യാറാകണമെന്ന് പറഞ്ഞ് യാക്കോബ് പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് പോകാതെ അങ്ങനെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൂതന്മാര് വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് ചില വാക്യങ്ങൾ കൂടെ ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ്. പെട്ടെന്ന് എഴുതിയെടുക്കണം, വായിപ്പിക്കുന്നില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഓർപ്പിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ധ്യാനത്തോടെ വീട്ടിൽ പോയി വായിക്കണം. നിങ്ങൾക്കറിയാം, പത്രോസിനെ ഹെരോദാവ് പിടിച്ച് ജയിലിലിട്ടു. ദൈവത്തിന്റെ ദൂതൻ ജയിലിൽ കടന്നിയെന്ന് അവനെ വിടുവിച്ചു കൊണ്ടുപോകുന്ന ചരിത്രമാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 20 നമുക്കറിയാവുന്ന വാക്യമാണ്. സാംസ് 91:10 and 11, സങ്കീർത്തനം 91:10-11. No evil befall on you, nor any calamities come near unto your tent. God will charge his angels to keep you and protect you. ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് കാവലിന് വേണ്ടി, നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടി ആക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 53 ഓൺവേഴ്സ്. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ വീഴും. ഞാൻ എൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചാൽ 12 ലഗിയോനിലധികം ദൂതന്മാരെ അയക്കാൻ അവന് കഴിയുമെന്ന് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇസ്രയേലിന്റെ ചുറ്റിലും 12 സ്ഥലങ്ങളിലായി 6000 പട്ടാളക്കാരെ വെച്ച് ബോർഡർ സെക്യൂരിറ്റിയിലാക്കിയിട്ടുണ്ടായിരുന്നു. 72,000
പട്ടാളക്കാര്, 12 ലെഗ്യോൺ. ഒരു ലെഗ്യോൺ എന്ന് പറയുന്നത് 6000 പേരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചാൽ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ അയക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അതിനെ ഇടയാക്കാതെ കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 28-ാം വാക്യം, ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 28. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം തന്റെ ദൂതനെ അയച്ച് അവരെ വിടുവിച്ചു തീച്ചുളയിൽ നിന്ന്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. സങ്കീർത്തനം 34:7, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 35-4, 5, 6 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2 മുതൽ ഉള്ള വാക്യങ്ങൾ, 1 ശമൂവേൽ 37-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങള്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, 1 ശമൂവേൽ 5-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ 5-6 തൊട്ടുള്ള വാക്യങ്ങള്, യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങള്, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ കുറിച്ചു വെക്കുന്നുണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ ഈ ആഴ്ചയിൽ വീട്ടിൽ ധ്യാനിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-11 വാക്യങ്ങള്, ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 12 ഓൺവേഴ്സ്, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12 തൊട്ടുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യം. ഹാഗാറിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളാണ്, ദൂതന്മാർ സംസാരിക്കുന്നതാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ 33-ാം അധ്യായം ഒക്കെ നിങ്ങൾ ധ്യാനിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 33-ാം വാക്യം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം, ന്യായാധിപന്മാർ 6-ാം അധ്യായം 22-23, സംഖ്യാപുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യം, നമ്പേഴ്സ് 20 വേഴ്സ് 16, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. അവിടെ നമുക്കറിയാം, ബെഥസ്ത എന്ന എബ്രായ പേരുള്ള കുളമുണ്ട്. അവിടെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം കലക്കും. വെള്ളം കലങ്ങുമ്പോൾ ഇറങ്ങുന്ന രോഗി ആരായിരുന്നാലും രക്ഷ പ്രാപിക്കും. അതായിരുന്നു അവിടുത്തെ വ്യവസ്ഥ. ദൂതന്റെ ഇടപെടൽ അവിടെ നമുക്കറിയാം. സൗഖ്യമാക്കുന്ന ദൂതൻ അവിടെ ഇറങ്ങി വരുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 21-ാം വാക്യം, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ വായ ലോക്ക് ചെയ്തു. The angel of the Lord came down and locked down the lion's mouth. നമുക്കറിയാവുന്ന കഥയാണത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം, എബ്രായ ലേഖനം 13-ാം അധ്യായം 2-ാം വാക്യം, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. സെക്കൻഡ് ശമൂവേൽ 6-ാം അധ്യായം 16-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലൊക്കെ ദൈവത്തിന്റെ ഇടപെടലുകൾ, 24-ാം അധ്യായത്തില് 23-ാം അധ്യായത്തില് റബേക്കയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. ഇങ്ങനെ ഞാനത് കുറച്ച് വാക്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ആഴ്ച നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി ഒരു ഗൃഹപാഠമായിട്ട് ഹോംവർക്ക്. വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഈ ആഴ്ചയിൽ വായിക്കുക. അടുത്ത ആഴ്ചയിൽ ദൂതന്മാര് വിടുവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം.
വിടുതലിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൂതന്മാർ എങ്ങനെയാണ് ദൈവമക്കളെ വിടുവിക്കുന്നെന്നുള്ളതിനെ കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കണം. ദൈവത്തിന്റെ ദൂതന്റെ ഇടപെടലുകൾ ജീവിതത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിന്റെ ദൂതന്മാരോട് സഹകരിച്ച് ഏറ്റവും സമാധാനപരമായ, സന്തോഷപരമായ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിച്ച് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.